കാമുകിയുടെ ഭർത്താവിന്റെ മർദ്ദനമെന്ന പേരിൽ ഒരു ദിനപത്രത്തിൽ വാർത്ത വന്നതോടെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. ഗണേശത്തിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയുമായി മോശം ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ കൂട്ടുകാരിയുടെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. പറയാൻ പാടില്ല, അഡൽസ് ഒള്ളിയാ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കഷ്ടം. മന്ത്രിയുടെ ഭാര്യയുടെ സുഹൃത്താണ് കാമുകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മോളെ പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. ആ കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇനി കഥയിലേക്ക് കിടക്കാം. സ്ഥാനാർത്ഥിത്വം ഉറപ്പായപ്പോൾ മുതൽ ജഗദീഷും ഗണേഷ് കുമാറും തമ്മിൽ വാക്പോര് ആരംഭിച്ചിരുന്നു. എന്റെ സുഹൃത്തിന്റെ കൈപ്പട എനിക്ക് നന്നായിട്ട് അറിയാം. 30 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ചതല്ലേ സുഹൃത്തെ. ചെളിവാരി എറിയുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന സ്ഫോടക വസ്തു ആരാണ്, എന്താണ്? എന്താ ഉറക്കം വരുന്നു. ആ സ്ഫോടക വസ്തു ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ എഴുതി കൊടുക്കുന്നത് ആരാണ്? എന്ത് കാരണം കൊണ്ടാണ് ഗണേഷ് കുമാർ മുന്നണി വിട്ടതെന്നും MLA സ്ഥാനം രാജിവെക്കാത്തത് ധാർമ്മികതയല്ലെന്നും ജഗദീഷ് വിമർശിച്ചു. അഹൂജ അമ്മിണി എന്റെ അമ്മോ എന്റെ പേഴ്സന് കീറും.